ഓസ്ട്രേലിയയിൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് എങ്ങനെ മൈഗ്രേറ്റ് ചെയ്യാം? ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതത് രാജ്യങ്ങളുടെ നേഴ്സിംഗ് ലൈസൻസ് ഓർ നേഴ്സിംഗ് രജിസ്ട്രേഷൻ നിർബന്ധമാണ്. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ASPRA ആഫ്ര എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഓസ്ട്രേലിയൻ ഹെൽത്ത് പ്രാക്ടീഷണർ റെഗുലേഷൻ ഏജൻസിയുടെ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ആഫ്ര രജിസ്ട്രേഷൻ പ്രധാനമായും 4 വഴികളിലൂടെയാണ് സാധ്യമാകുന്നത്. ഒന്നാമത്തത്, ന്യൂസിലാൻഡിൽ ഒരു RN രജിസ്ട്രേഷൻ ഹോൾഡ് ചെയ്യുന്ന നേഴ്സിന് TTMR പാത്വേ വഴി ഡയറക്റ്റ് ആഫ്ര രജിസ്ട്രേഷൻ സാധ്യമാണ്. രണ്ടാമത്തത്, ഓസ്ട്രേലിയയിൽ ഒരു നേഴ്സിംഗ് എഡ്യൂക്കേഷൻ പൂർത്തിയാക്കുകയും അതിനെ തുടർന്ന് ഒരു ആഫ്ര രജിസ്ട്രേഷൻ കിട്ടുന്നതുമാണ്. മൂന്നാമത്തത്, ഏപ്രിൽ 2025 മുതൽ ആഫ്ര ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന പുതിയ പാത്വയായ UK, അയർലൻഡ് ഉൾപ്പെടെയുള്ള NMPA അപ്രൂവ്ഡ് കൺട്രീസിൽ നിന്നുള്ള രജിസ്റ്റേർഡ് നേഴ്സസ് ആഫ്ര സെറ്റ് ചെയ്തിരിക്കുന്ന ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഡയറക്റ്റ് രജിസ്ട്രേഷൻ സാധ്യമാണ്. നാലാമത്തത്, ഈ പറഞ്ഞിരിക്കുന്ന 3 കാറ്റഗറിയിലും ഉൾപ്പെടാത്ത രജിസ്റ്റേർഡ് നേഴ്സസിന് ഓസ്ട്രേലിയൻ നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനായ ആഫ്ര രജിസ്ട്രേഷൻ സാധ്യമാകുന്ന OBA എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഔട്ട്കം ബേസ്ഡ് അസസ്മെന്റ് ആണ്. എന്താണ് OBA? ഇന്റർനാഷണൽ ക്വാളിഫൈഡ് രജിസ്റ്റേർഡ് നേഴ്സസിന് ആഫ്ര രജിസ്ട്രേഷൻ സാധ്യമാകുന്നതിനായി നേഴ്സസ് ആൻഡ് മിഡ്വൈഫറി ബോർഡ് ഓഫ് ഓസ്ട്രേലിയ ഡിസൈൻ ചെയ്യുകയും ആഫ്ര 2020 മാർച്ച് മുതൽ ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്ന പാത്വേയാണ് ഔട്ട്കം ബേസ്ഡ് അസസ്മെന്റ് അഥവാ OBA. ആർക്കൊക്കെ OBA പാത്വേയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും? എന്താണ് OBA പാത്വേയിലെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ? ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ BSc ഓർ പോസ്റ്റ് ബേസിക് നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത ഫ്രഷേഴ്സിന് പോലും ഈ ഒരു പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. എന്നിരുന്നാലും ഈ പ്രോസസ്സിംഗിന്റെ ലാസ്റ്റ് സ്റ്റേജിൽ മിനിമം 450 വർക്കിംഗ് അവേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഏകദേശം 3 മാസത്തോളം എക്സ്പീരിയൻസ് നിർബന്ധമാണ്. രണ്ടാമത്തത്, ലാംഗ്വേജ് റിക്വയർമെന്റ് ആണ്. ആഫ്ര റീസെന്റ് ആയിട്ട് ലാംഗ്വേജ് റിക്വയർമെന്റ് കുറച്ചിരുന്നു. ഈ ലാംഗ്വേജ് റിക്വയർമെന്റും പ്രോസസ്സിംഗിന്റെ അവസാനത്തെ സ്റ്റേജിൽ നിർബന്ധമായും സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. OBA പാത്വേ എങ്ങനെയാണ് സംഭവിക്കുന്നത്? എന്താണ് OBA പാത്വേയുടെ ഓരോ സ്റ്റേജസും? ആപ്ലിക്കന്റിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൺഫേം ചെയ്യുന്നതിനായിട്ടുള്ള ഒരു സെൽഫ് ചെക്ക് കംപ്ലീറ്റ് ചെയ്യുകയും അതിനെ തുടർന്ന് ആഫ്രയുടെ അസസ്മെന്റ് ഫീ പേയ്മെന്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പാത്വേ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ ഒരു ഷോർട്ട് ഓറിയന്റേഷൻ കോഴ്സും ആപ്ലിക്കന്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് ഓസ്ട്രേലിയൻ ഹെൽത്ത് കെയർ സിസ്റ്റത്തെ കുറിച്ചും കുറച്ച് നഴ്സിംഗ് ടോപ്പിക്കുകൾ കവർ ചെയ്യുന്ന ഓൾമോസ്റ്റ് 1 hour ടൈമിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓറിയന്റേഷൻ കോഴ്സാണ്. ഇതിനുശേഷം ഒരു കേസ് മാനേജർ അസൈൻ ആകുകയും ഒരു അസസ്മെന്റിന് ശേഷം NCLEX-R എഴുതുന്നതിനായിട്ടുള്ള ഒരു എലിജിബിലിറ്റി ലെറ്റർ ആപ്ലിക്കന്റിന് ലഭിക്കുകയും ചെയ്യും. ഇതിനെടുക്കുന്ന ആവറേജ് ടൈം അറൌണ്ട് 1 or 1.5 months ആണ്. എലിജിബിലിറ്റി ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ NCLEX-R എഴുതുന്നതിനായിട്ടുള്ള ATTN അഥവാ ഓതറൈസേഷൻ ടു ടെസ്റ്റ് നമ്പർ ലഭിക്കുകയും ഈ നമ്പർ ലഭിച്ചു കഴിഞ്ഞാൽ ആവറേജ് 3 മാസ സമയം ആപ്ലിക്കന്റിന് NCLEX-R അറ്റൻഡ് ചെയ്യുന്നതിനായിട്ടും ടൈം ലഭിക്കുന്നതാണ്. NCLEX-Rന്റെ റിസൾട്ട് ആവറേജ് ടൈം 1 month ആണ്. വൺസ് ആപ്ലിക്കന്റ് NCLEX-R ക്ലിയർ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ്സിന്റെ ആദ്യത്തെ ഘട്ടം കംപ്ലീറ്റ് ആയി. അടുത്ത ഘട്ടം OSCE എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒബ്ജക്റ്റീവ് സ്ട്രക്ചർഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ ആയിട്ടുള്ള ഫീ പേയ്മെന്റ് ചെയ്യാനുള്ളതാണ്. OSCE ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് ആണ്. ഇത് ഓസ്ട്രേലിയയിലെ മെൽബണിലും അഡലേഡിലുമുള്ള സിമുലേഷൻ സെന്റേഴ്സിൽ വെച്ചാണ് നടത്തപ്പെടുക. ഇതൊരു പ്രാക്ടിക്കൽ ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആപ്ലിക്കന്റ് മെൽബൺ ഓർ അഡലേഡിലുള്ള സിമുലേഷൻ സെന്റേഴ്സിൽ ഇൻ പേഴ്സൺ പോകുകയും ഡയറക്റ്റ് ഈ ക്ലിനിക്കൽ എക്സാമിനേഷനായിട്ട് അപ്പിയർ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആപ്ലിക്കന്റിന് വിസിറ്റർ വിസ ആവശ്യമാണ്. വിസിറ്റർ വിസ അപ്രൂവ് ആയതിനു ശേഷം ഏകദേശം 3 മാസത്തിന് ശേഷമാണ് OSCEയുടെ ഡേറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുക. OSCE 1 day മാത്രം ഉള്ള ഒരു എക്സാം ആണ്. അതുകൊണ്ട് തന്നെ OSCE അറ്റൻഡ് ചെയ്തതിനു ശേഷം ആപ്ലിക്കന്റിന് തിരിച്ച് പോരാവുന്നതാണ്. OSCE അറ്റൻഡ് ചെയ്തതിനു ശേഷം ആവറേജ് 2 മാസ സമയത്തിന് ശേഷമായിരിക്കും OSCE റിസൾട്ട് വരിക. OSCE പാസ്സായി കഴിഞ്ഞാൽ പിന്നീട് പോലീസ് ചെക്ക്, മറ്റുള്ള വെരിഫിക്കേഷൻസ് ഉൾപ്പെടെയുള്ള ഡോക്യുമെന്റേഷനും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിന് ആവറേജ് ഒരു 2 months ഓഫ് ടൈം ആണ് എടുക്കുക. അതിനുശേഷം ആപ്ലിക്കന്റിന് ഡയറക്റ്റ് ആഫ്ര രജിസ്ട്രേഷനോട്ട് പോകാൻ സാധിക്കും. ഓസ്ട്രേലിയൻ നേഴ്സിംഗ് രജിസ്ട്രേഷനായ ആഫ്ര രജിസ്ട്രേഷൻ ആയിട്ടുള്ള OBA പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയവും അതിനുവേണ്ടി വരുന്ന എക്സ്പെൻസുകളും എത്രയാണെന്നുള്ളതാണ്. ഓരോ ആപ്ലിക്കൻസിന്റെ ഡോക്യുമെന്റേഷനെ ബേസ് ചെയ്തും എക്സാംസ് ക്ലിയർ ചെയ്തതിനെ ബേസ് ചെയ്തും ഓരോ ആപ്ലിക്കൻസിനും എടുക്കുന്ന സമയം വ്യത്യസ്തമാണ്. എന്നിരുന്നാലും കൃത്യമായ രീതിയിലുള്ള ഡോക്യുമെന്റേഷൻ ചെയ്യുകയും കൃത്യമായ സമയങ്ങളിൽ എക്സാംസ് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രോസസ്സിന് എടുക്കുന്ന സമയം ആവറേജ് 11 to 12 months ആണ്.
ആഫ്റ്റർ രജിസ്ട്രേഷൻ ലഭിക്കുന്നതായിട്ടുള്ള OBA പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുന്നതിനായി എത്രത്തോളം എക്സ്പെൻസ് വരുമെന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കുന്നതിനായിട്ട് ഈ എക്സ്പെൻസസിനെ 2 കാറ്റഗറിയായി തിരിക്കാം. അതിൽ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഫിക്സ് ചെയ്യപ്പെട്ടിട്ടുള്ള ഫീസസ് ആണ്. ഓരോ റെഗുലേറ്ററി ബോഡീസോ അല്ലെങ്കിൽ ഗവൺമെന്റോ നിശ്ചയിച്ചിരിക്കുന്ന ഫീസസ് ആണ് ഈ കാറ്റഗറിയിൽ വരുന്നത്. ഇതിൽ ഉൾപ്പെടുന്നത് ആഫ്ര അസസ്മെന്റ് ഫീ, ATTN ആൻഡ് NCLEX-RN, വിസിറ്റർ വിസ ആപ്ലിക്കേഷൻ, പോലീസ് ചെക്സ് ആൻഡ് ആഫ്ര രജിസ്ട്രേഷൻ. ഈ എക്സ്പെൻസസ് എല്ലാ ആപ്ലിക്കൻസിനും ഒരേപോലെ ബാധകമാണ്. ഓൺ ആവറേജ് ഇന്ത്യൻ റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 3.2 or 3.3 lakhs rupees ആയിരിക്കും വരിക. എക്സ്പെൻസസിലെ രണ്ടാമത്തെ കാറ്റഗറി ഓരോ ആപ്ലിക്കൻസിനും ബേസ് ചെയ്ത് വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുള്ള എക്സ്പെൻസുകളാണ്. ഇതിൽ NCLEX-RN OSCE ട്രെയിനിങ്, ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, OSCE അറ്റൻഡ് ചെയ്യാൻ ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന സമയത്തുണ്ടാകുന്ന അക്കോമഡേഷൻ ആൻഡ് ലിവിംഗ് എക്സ്പെൻസസ് ഉൾപ്പെടെ ഇന്ത്യൻ റുപ്പീസിലോട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 5+ lakhs ഇന്ത്യൻ റുപ്പീസ് എക്സ്പെൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ 2 കാറ്റഗറിയൂടെ കൂട്ടുകയാണെങ്കിൽ ഒരു ആപ്ലിക്കന്റിന് OBA പ്രോസസ്സിലൂടെ ആഫ്റ്റർ രജിസ്ട്രേഷൻ എടുക്കുന്നതിനായിട്ടുള്ള ശരാശരി എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഇന്ത്യൻ റുപ്പീസിൽ 8 to 9 lakhs ആണ്. ഓസ്ട്രേലിയൻ നേഴ്സിംഗ് രജിസ്ട്രേഷനായ ആഫ്റ്റർ രജിസ്ട്രേഷനിലേക്കുള്ള ഔട്ട്കം ബേസ്ഡ് അസസ്മെന്റ് OBA പ്രോസസ്സിനായിട്ട് ഒരു ആപ്ലിക്കന്റിന് എങ്ങനെ അപ്രോച്ച് ചെയ്യും? ഈ ഒരു പ്രോസസ്സ് തുടങ്ങുന്നതിന് മുൻപായിട്ട് ഒരു ആപ്ലിക്കന്റ് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തെക്കുറിച്ചും ഇതിന് വേണ്ടുന്ന എക്സ്പെൻസുകളെ കുറിച്ചും പൂർണ്ണമായ ധാരണ ഉണ്ടാകുക എന്നുള്ളതാണ്. OBA പ്രോസസ്സിലൂടെ ഒരു ആഫ്റ്റർ രജിസ്ട്രേഷൻ എടുക്കുന്ന ശരാശരി സമയം 11 to 12 months ആണെങ്കിലും ആഫ്റ്റർ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത ഒരു ആപ്ലിക്കന്റിന് മാത്രമായിരിക്കും ഒരു ജോബ് ഓഫർ കിട്ടാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആഫ്റ്റർ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഒരു ജോബ് ആപ്ലിക്കേഷൻ പ്രോസസ്സിലോട്ട് പോകാൻ സാധിക്കുക. അതിനുശേഷം എംപ്ലോയർ സ്പോൺഷിപ്പ് ചെയ്യുകയും ആ വിസ അപ്രൂവ് ആയതിനു ശേഷം മാത്രമായിരിക്കും ഒരു ആപ്ലിക്കന്റിന് ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് മീറ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കന്റ് ആണെങ്കിൽ ഓസ്ട്രേലിയക്ക് പുറത്തു നിന്നുകൊണ്ട് തന്നെ PR ആപ്ലിക്കേഷനും ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓൾ പ്രോസസ്സിന് രജിസ്ട്രേഷൻ വരെ ഉള്ള ഒരു കാലതാമസമല്ല, അതിനുശേഷം ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യാൻ സാധ്യമാകുന്ന പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ടൈം ഡ്യൂറേഷനും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ആഫ്റ്റർ രജിസ്ട്രേഷൻ ലഭിച്ച ഒരു രജിസ്റ്റേർഡ് നേഴ്സിനുള്ള PR ഓപ്ഷൻസിനെ കുറിച്ച് ജോണി ലീഡ്സിന്റെ ഇമിഗ്രേഷൻ ലോയർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ജോണി ലീഡ്സിന്റെ തന്നെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത് വർക്ക് എക്സ്പീരിയൻസ് ആണ്. OBA പാത്വേയിൽ ഫ്രഷേഴ്സിനും പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിലും പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ആഫ്റ്റർ രജിസ്ട്രേഷൻ തൊട്ട് മുൻപായി മിനിമം 3 months ഓഫ് എക്സ്പീരിയൻസ് ഓർ 450 വർക്കിംഗ് അവേഴ്സ് ലാസ്റ്റ് 5 years ഉള്ളതായിരിക്കേണ്ടതാണ്. അത് കൂടാതെ ഈ ഒരു റിക്വയർമെന്റ് ആഫ്റ്റർ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. ആഫ്റ്റർ രജിസ്ട്രേഷൻ കിട്ടിയതിന് ശേഷം ഒരു എംപ്ലോയർ സ്പോൺസർഷിപ്പ് ചെയ്യണമെങ്കിൽ, ഒരു വർക്ക് വിസ ഒരു എംപ്ലോയർ സ്പോൺസർഷിപ്പ് ചെയ്യണമെങ്കിൽ മിനിമം 1 year ഓഫ് പെയ്ഡ് എംപ്ലോയ്മെന്റ് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ റീസെന്റ് ആയിട്ട് ഗ്യാപ്പ് ഉള്ളതോ എക്സ്പീരിയൻസോ ഇല്ലാത്തതുമായ രജിസ്റ്റേർഡ് നേഴ്സസ് ആണെങ്കിൽ പ്രോസസ്സിംഗ് തുടങ്ങുന്നതിനോടൊപ്പം തന്നെ രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ടുള്ള ഒരു എംപ്ലോയ്മെന്റ് തുടങ്ങേണ്ടതാണ്. OBA പ്രോസസ്സിലെ ലാംഗ്വേജ് റിക്വയർമെന്റിലോട്ട് വരുമ്പോൾ ആപ്ലിക്കന്റിന്റെ 3 സിറ്റുവേഷൻസിനെ കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒന്ന്, ഒരു ആപ്ലിക്കന്റ് ലാംഗ്വേജ് ടെസ്റ്റ് ക്ലിയർ ചെയ്യാതിരിക്കുകയോ അറ്റൻഡ് ചെയ്യാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ OBA പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയും NCLEX-RN OSCEയും അറ്റൻഡ് ചെയ്തതിനു ശേഷം ലാംഗ്വേജ് ടെസ്റ്റ് ക്ലിയർ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അതിന്റെ കാരണം ഈ ലാംഗ്വേജ് ടെസ്റ്റിന് 2 വർഷത്തെ വാലിഡിറ്റി മാത്രമേ ഉണ്ടാകുകയുള്ളൂ. രണ്ടാമത്തത് NCLEX-RN OSCE കഴിഞ്ഞതിന് ശേഷമാണ് ലാംഗ്വേജ് ടെസ്റ്റ് ക്ലിയർ ചെയ്യുന്നതെങ്കിൽ അവർക്ക് PR ആപ്ലിക്കേഷനിലോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു ലാംഗ്വേജ് ടെസ്റ്റ് സ്കോർ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ സിറ്റുവേഷൻ ഉള്ള ഒരു ആപ്ലിക്കന്റ് എന്ന് പറയുന്നത് ഓൾറെഡി ലാംഗ്വേജ് ടെസ്റ്റ് ക്ലിയർ ചെയ്യുകയും പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടും ഇല്ലാത്ത ഒരു ആപ്ലിക്കന്റ് ആണ് എങ്കിൽ എത്രയും നേരത്തെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതിന്റെ കാരണം ഈ ലാംഗ്വേജ് ടെസ്റ്റിന്റെ വാലിഡിറ്റി 2 വർഷം മാത്രമാണ്. മൂന്നാമത്തെ സിറ്റുവേഷനുള്ള ആപ്ലിക്കന്റ് എന്ന് പറയുന്നത് ലാംഗ്വേജ് ടെസ്റ്റ് എഴുതിയിട്ടില്ല, എന്നാൽ ക്ലിയർ ആകുമോ എന്നുള്ള കാര്യത്തിൽ കോൺഫിഡൻസ് ഇല്ല എങ്കിൽ ആ ആപ്ലിക്കന്റിന് NCLEX-RN ക്ലിയർ ചെയ്യുകയും അതിനുശേഷം OSCEക്ക് മുൻപായി ലാംഗ്വേജ് ടെസ്റ്റ് ക്ലിയർ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഇതിന്റെ കാരണം NCLEX-RN കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് സ്റ്റേജിലാണ് ഏറ്റവും കൂടുതൽ എക്സ്പെൻസസും അതുപോലെ തന്നെ എഫേർട്ടും വേണ്ടി വരുന്ന ഒരു സ്റ്റേജ്. ആഫ്രയിൽ നിന്നും ഒരു എലിജിബിലിറ്റി ലെറ്റർ കിട്ടുകയും അതിനുശേഷം ATTN നമ്പർ കിട്ടുകയും ചെയ്തെങ്കിൽ മാത്രമേ ഒരു ആപ്ലിക്കന്റിന് NCLEX-RN ഡേറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിന് ഏകദേശം 2 to 3 months ടൈം എടുക്കുന്നതാണ്.
അതുകൊണ്ട് തന്നെ ഒരു ആപ്ലിക്കന്റ് NCLEX പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആഫ്റ്റർ ആപ്ലിക്കേഷൻസും സ്റ്റാർട്ട് ചെയ്യുന്നത് റൈറ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കാം. NCLEX എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ അഡാപ്റ്റീവ് ടെസ്റ്റ് ആണ്. ഇത് നടത്തുന്നത് പിയേഴ്സൺ വ്യൂ ടെസ്റ്റിംഗ് സെന്റേഴ്സ് വഴിയാണ്. ഇന്ത്യയിൽ ബാംഗ്ലൂർ ഉൾപ്പെടെ പല ലൊക്കേഷൻസിലും ഈ ടെസ്റ്റിംഗ് സെന്റേഴ്സ് അവൈലബിൾ ആണെങ്കിലും ഇന്ത്യക്ക് പുറത്ത് ചില രാജ്യങ്ങളിൽ ഈ ടെസ്റ്റിംഗ് സെന്റേഴ്സ് അവൈലബിൾ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആപ്ലിക്കന്റിന് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള ലൊക്കേഷനിൽ ഈ ഒരു ടെസ്റ്റ് സെന്റേഴ്സ് അവൈലബിൾ ആണ് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. OSCE പ്രിപ്പറേഷനിലേക്ക് വരുമ്പോൾ ഭൂരിഭാഗം ഇന്റർനാഷണൽ ക്വാളിഫൈഡ് നേഴ്സസിനും OSCE ഒരു പുതിയ അനുഭവമായിരിക്കാം. അതുകൊണ്ട് തന്നെ OSCE അറ്റൻഡ് ചെയ്യുന്നതിന് മുൻപായി ഒരു ഡീറ്റെയിൽഡ് ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്യുന്നത് എന്തുകൊണ്ടും ഉചിതമായിരിക്കും. ഓസ്ട്രേലിയയിലുള്ള ഒരു ട്രെയിനിങ് അക്കാഡമിയാണ് ആപ്ലിക്കന്റ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ആവറേജ് മിനിമം 3 വീക്സ് എങ്കിലും ഓസ്ട്രേലിയയിൽ സ്റ്റേ ചെയ്യുന്ന രീതിയിൽ വേണം ട്രാവൽ പ്ലാൻ ചെയ്യാൻ. വിസിറ്റർ വിസ, PR ആപ്ലിക്കേഷൻ ഉൾപ്പെടെയുള്ള വിസ സർവീസസിന് ഒരു പേയ്മെന്റ് ചെയ്ത് ഒരു ആപ്ലിക്കന്റ് ഒരു സർവീസസ് എടുക്കുന്നുണ്ടെങ്കിൽ ആ വിസ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇമിഗ്രേഷൻ ലോയറോ അല്ല എങ്കിൽ ഒരു രജിസ്റ്റേർഡ് മര ഏജന്റോ ആണ് എന്ന് ഉറപ്പുവരുത്തുക. GNM നേഴ്സസ് ആഫ്രയുടെ OBA പാത്വേയിൽ എലിജിബിൾ ആണോ എന്നുള്ളതാണ്. നിലവിലെ നിയമം അനുസരിച്ച് GNMസിന് സാധ്യമല്ല. എന്നാൽ ഓസ്ട്രേലിയയുടെ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്ന അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് ഉള്ള ഒരു GNM നേഴ്സിന് ഈ ഒരു പ്രോസസ്സ് വഴി OBA വഴി ഓസ്ട്രേലിയൻ നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ എടുക്കാൻ സാധ്യമാണ്. GNM ക്വാളിഫിക്കേഷൻ മാത്രമുള്ള ഒരു ഇന്റർനാഷണൽ ക്വാളിഫൈഡ് നേഴ്സിന് ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ട്രൈ ചെയ്യാവുന്നതാണ്. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലിന്റെ ഇൻഫർമേഷൻ അനുസരിച്ച് മിനിമം ക്വാളിഫിക്കേഷൻ പോസ്റ്റ് BSc ആണ്. എന്നിരുന്നാലും UK, അയർലൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ എക്സ്പീരിയൻസസും അല്ല മറ്റുള്ള രാജ്യങ്ങളിലെ ആണെങ്കിലും എക്സ്പീരിയൻസസിനെയൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ കേസ് ബൈ കേസ് ആയിട്ട് കൺസിഡർ ചെയ്ത് അസസ്മെന്റ് ചെയ്ത് എലിജിബിൾ ആണ് എങ്കിൽ അവർക്ക് RN ആകാനുള്ള ആപ്ലിക്കേഷൻസ് അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന ആപ്ലിക്കൻസിന് IQN തിയറി എക്സാമും അതുപോലെ തന്നെ ന്യൂസിലാൻഡിലെ ക്രൈസ്റ്റ് ചർച്ചിൽ വെച്ച് നടത്തപ്പെടുന്ന OSCE എക്സാമും അറ്റൻഡ് ചെയ്ത് RN ആകാൻ സാധ്യമാണ്. വൺസ് ന്യൂസിലാൻഡിൽ RN ആയി കഴിഞ്ഞാൽ TTMR പാത്വേ വഴി തന്നെ ഓസ്ട്രേലിയൻ നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനും സാധ്യമാണ്. രജിസ്റ്റേർഡ് നഴ്സസിന് ഓസ്ട്രേലിയ ഒരു പ്രോമിസിംഗ് കൺട്രി തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി കൃത്യമായ ഗൈഡൻസോടുകൂടി ഈ ഒരു പ്രോസസ്സിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നഴ്സസിന് ഓസ്ട്രേലിയൻ നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനായ ആഫ്റ്റർ രജിസ്ട്രേഷൻ സ്വന്തമാക്കാനും അതിനോടൊപ്പം തന്നെ ഓസ്ട്രേലിയയിൽ ഒരു സക്സസ്ഫുൾ മൈഗ്രേഷനും സാധ്യമാണ്.